2 പൂച്ച, 2 താറാവ്, 2 കോഴി, ഒരു കിടാവ്. ഇനിയിപ്പോ എന്തിനേലും മേടിക്കാം. 2 ആടിനെ മേടിച്ചു വിടണമെന്നുണ്ടായിരുന്നു. നടന്നില്ല. ആട്, മുയല്. എനിക്ക് മുയലൊക്കെ നല്ലതാ നിങ്ങൾക്ക്. ആ എനിക്കെവിടെ സമയം തല ചൊറിയാനുള്ള സമയം കിട്ടണ്ടേ? അല്ല ഞാൻ ചോദിച്ചേ, മുയലിന് കഴിക്കാൻ ആ മുയല് പിന്നെ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും കഴിക്കുകയല്ലോ, അതാണ്. ഇല്ലെന്നേ. ദേവിയേ എന്റെ ചക്കരക്കുട്ടൻ വിളിക്കുന്നു. വിളിക്കുന്നുണ്ട് ചക്കര, മിലൻ ചക്കര. മിലൻ കുഞ്ഞ്, നമ്മുടെ മിലൂട്ടൻ. പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോഴത്തെ ആ ഫ്ലോ ഇല്ലല്ലോ സംസാരിക്കുമ്പോ. അത് വരാൻ എന്ത് ചെയ്യണം? അത് വരാനോ? എന്റെ മുന്നിൽ ആരുമില്ല, ഞാൻ ടൈപ്പ് ചെയ്യാന്ന്. പക്ഷെ അത്രയും വരികയല്ലടാ. ദേവി സുധീർ, ഹലോ എന്ന് പറയുന്നുണ്ട് ദേവി, കേട്ടോ, അവന് സുധീരിയപ്പൻ. സുധീർ ബ്രോ ഹായ്, നമസ്കാരം. നമസ്കാരം. മിലൂട്ടൻ എന്താ ഒളിഞ്ഞു നോക്കണേ? ദേവി ചേച്ചി ലോക മഹാരാജ കിമാരിയോ? എടാ ശങ്കുണ്ണി നിനക്ക് തെറ്റിയതാണോ? നീ അത് എന്നെ ട്രോളണാണോ? ഹായ് വിനോദ് പറഞ്ഞ ശംഖു വിളിക്കുന്നുണ്ട് കേട്ടോ. കോപ്പി പറ്റുന്നില്ല. ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. പറ്റുന്നില്ല എന്നാ. എടാ കോപ്പി ചെയ്തു എന്ന് പറഞ്ഞാൽ നീ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ നോക്കിയത്. ഓ വെളുപ്പിന് 2:30. ആ ഡ്യൂട്ടിയിലാണ്. 10 നടക്കത്തല്ലേ. നിനക്ക് ഉറക്കം വന്നില്ല ഇടയ്ക്കരെ? എനിക്കിപ്പോ വന്നിട്ടുണ്ടല്ലോ, ഞാൻ 10:45 ലൈവ് ഇട്ട് 2:30-3 മണിക്കല്ലേ ഉറങ്ങുന്നേ. എനിക്ക് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെ ഞാനിപ്പോ 6 മണിക്ക് ലൈവ് ഇട്ടാലും എനിക്ക് ആ 2:30-3 മണി കഴിഞ്ഞാലേ എനിക്ക് നല്ല ഉറക്കം കിട്ടുള്ളൂ. പിന്നെ ചെയ്യുന്നത് രാജകുമാരിയാണ്. രാജകുമാരിയാണ് എല്ലാരും ശങ്കുട്ടേ എന്ന് പറയുന്നുണ്ട്. ശങ്കുവിന്റെ രാജകുമാരിമാരാണ് എല്ലാം. ഞങ്ങളുടെ പെങ്ങന്മാരെല്ലാവരും ഞങ്ങളുടെ രാജകുമാരിമാരാ ശങ്കുവിന്. അതെ, അവന്റെ പെണ്ണ് വരുമ്പോ അതിപ്പോ എന്താവോ? രാജകുമാരിക്ക് പകരം മഹാറാണി ആയിരിക്കും അവന്റെ അല്ലേ? പെണ്ണല്ല, അവന്റെ പെണ്ണുങ്ങളാണ്. അവൻ ചൈനയിൽ പോയി 2000-ഓ 2 ലക്ഷമോ 5 കഴിഞ്ഞ് 0-ന് വിലയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കുക. അത്രയും സ്ത്രീകൾക്ക് ഇത്രയും സ്ത്രീകൾക്ക് ഇത് കൊടുക്കും, ലൈഫ് കൊടുക്കണം എന്ന് പറഞ്ഞ് നടക്കുക ചൈനയില്. ദൈവമേ, എന്റെ മുത്താണ് എല്ലാരും എന്റെ പറയുന്നത്. മുത്താണ് അതെ, എല്ലാവരും. നീയും ചക്കരയാണ് അതിനകത്ത്. ഏട്ടാ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇങ്ങനെ ലൈവ് ഇടുമ്പോ സോറി ഇത് എന്തെന്തായിരുന്നു ഈ ലൈവിന്റെ? ടുഗദർ ലൈവ് ഇടുമ്പോ എനിക്ക് വാച്ച് അവർ കിട്ടുമോ? പിന്നെ അല്ല, നിനക്ക് കിട്ടുകയല്ല, ഇല്ലല്ലോ. കിട്ടുന്നവർക്കല്ലേ കിട്ടുള്ളൂ. എനിക്കറിയത്തില്ലേ, അങ്ങനെ കിട്ടുകയെന്നാ എനിക്ക് തോന്നുന്നേ. പക്ഷെ എന്താണെന്നറിയാവോ, ടുഗദർ ലൈവ് ഇടുമ്പം എൻഗേജ്മെന്റ് കൂടും. പറയാൻ കാരണം ഞാൻ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കുന്ന എവിടെ ഒരു ഡോഗ് ഷെൽട്ടർ നടത്തുന്ന ഒരു സൗമ്യ വന്നായിരുന്നു ഇടയ്ക്ക്. ആ പുള്ളിക്കാരിയുടെ ലൈവില് ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോ അവിടെ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരി ഞാൻ ആയിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ടുഗദർ കയറുമെന്ന് ചോദിച്ചു. ഞാൻ എന്റെ ലൈവ് കഴിഞ്ഞ ഉടനെ കേട്ടോ, അന്ന് എനിക്ക് തൊണ്ടയ്ക്ക് വയ്യായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കയറാന്ന് പറഞ്ഞു. കയറി 2 പെൺപിള്ളേരെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഓക്കെ പോയിട്ട് വരും. ശംഖു ഓടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ മിലു. ഇല്ലാന്ന് പറഞ്ഞു പൊന്നിൽ കുളിച്ച് നിന്ന് ചന്ദ്രികാവസന്തം പാടാം. സൗമ്യ ആയിനോ എന്ന് പറയുന്നത്. പുള്ളിക്കാരുടെ ലൈവിൽ ഞാൻ ടുഗദർ കയറിയപ്പോഴത്തേന് പെട്ടെന്ന് ആൾക്കാരൊക്കെ ഒത്തിരി കൂടി. മുത്തിയമ്മ കയറിയോ എന്ന് ചോദിക്കുന്നു. മുത്തിയമ്മ ഇറങ്ങി. മുത്തിയമ്മയ്ക്ക് കോള് വരുന്നു. ഞാനേ ലിറിക്സ് ഒന്ന് എടുക്കട്ടെ. നമ്മുടെ സുധീർ ഏട്ടൻ പറഞ്ഞ പാട്ട്. മലർശരമേറ്റമോണമാണു ഞാൻ കാണാൻ കൊതിപൂണ്ടണയും മൃദുല വികാര ബിന്ദുവാണു ഞാൻ. ഏകാന്തജാലകം തുറക്കൂ ദേവി, നിൽപ്പൂ ഞാനീ നടയിൽ നിന്നെ തേടി ഉള്ളിൽ കൊതിച്ചു നിന്ന് ചന്ദ്രികാവ് ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ